സുരേണ്ണ കഴിച്ചോ? വാ മോളെ. ചോറ് കഴിക്കും മോളെ. പാട്ട് പാടി തന്നാ കഴിക്കോ? വികൃതി കാണിക്കാണ്ട് കഴിക്കും മോളെ. അമ്മ എനക്ക് പാടിത്താ. അമ്മ പാടാം. പൊന്നും കൊടുക്കയല്ലേ അമ്മയുടെ പൊന്നാര പൈതലല്ലേ, വെള്ളിമണി കിലുക്കി തഞ്ചി കൊഞ്ചി തുള്ളി കളിക്കയല്ലേ, കൺമണി കുഞ്ഞേ നീ കൊട്ടിക്കുറുമ്പി പെണ്ണേ, രാരീരം പാടാം ഞാൻ ആരോമൽ പൈതലേ വാ, കൺമണി കുഞ്ഞേ നീ കൊട്ടിക്കുറുമ്പി പെണ്ണേ, രാരീരം പാടാം ഞാൻ ആരോമൽ പൈതലേ വാ. രാധാകൃഷ്ണ, എടാ അശോക, നീ എപ്പോഴാ എത്തി? 2 ദിവസമായിടാ. പുതിയ വീടിന്റെ പാലുകാച്ചലും ഒക്കെ ബന്ധപ്പെട്ട് കുറച്ച് ധൃതിയായിരുന്നു. പിന്നെ ഇവക്കടെ കൂടെ പർച്ചേസും. ആ, കനാൻ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങി സെറ്റപ്പ് ആയല്ലേ? അങ്ങനൊന്നുമില്ല. ഇന്നത്തെ ദിവസം നീ മറന്നിട്ടില്ല അല്ലേ? എങ്ങനെ മറക്കും? നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോ അവൻ ഇത്തിരി ആശ്വാസം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. മനോഹരനും ജോസും രാജേഷും അവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു 7-7:30 ആകുമ്പോ അങ്ങോട്ട് എത്തിക്കോ. ഞാൻ എത്തുമിടാ അശോക. അവനെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ. ഞാനീ കട ജോണി ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് വരാം. ജോണി. എന്താ സാർ? ജോണി, ഇന്ന് വൈകിട്ട് ഞാനൊരു സ്ഥലം വരെ പോകുന്നു. ഈ കടയൊക്കെ നോക്കുകയാണ്. ഓ, അതിനെന്താ സാർ? ആ ശരി, ഞാൻ എത്തുമിടാ. വൈകിട്ട് കാണണം. ഞങ്ങൾ ഇറങ്ങുവാ. ഓ. എന്താ ഇത്? കരയല്ലേ? ശരി കേട്ടോ. പോട്ടോ. ആ ശരി. കണ്ടിട്ടായിരുന്നടാ നീ. അയ്യോ, രാജേഷ് എത്തിയില്ലല്ലേ? ഞാൻ വിളിച്ചപ്പോൾ എത്താമെന്നാണല്ലോ പറഞ്ഞിരുന്നേ. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, ഫോൺ കിട്ടുന്നില്ല, കട്ട് ചെയ്യുകയാണ്.
പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അവൻ വരും. അവന് വരാതിരിക്കാൻ പറ്റത്തില്ല. വന്നത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പറ്റിച്ചതല്ലേ. എല്ലാ വർഷവും നമ്മൾ ഒത്തുകൂടുന്നതല്ലേ. ഉം. കഴിഞ്ഞ പ്രാവശ്യം അവൻ ചില കാരണങ്ങൾ പറഞ്ഞ് നേരത്തെ പോവുകയും ചെയ്തു. പല പ്രാവശ്യം അവൻ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, ഇപ്പോഴും പറ്റിക്കും. ഈ വർഷം ഈ കൂടിക്കാഴ്ച വേണ്ടാന്ന് വെച്ചതാ. സുരേന്ദ്ര, നിന്റെ ഒറ്റ നിർബന്ധത്തിലാണിത്. നിങ്ങളൂടെ കൂടുന്നില്ലയോ എൻ്റെ ഒരു സന്തോഷം. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഒരു ലാഭമായി കണക്ക് കൂട്ടുമ്പോൾ ഈ സൗഹൃദമല്ലേ ഉള്ളൂ. എൻ്റെ സന്തോഷവും സങ്കടവും കണ്ടറിഞ്ഞത് നിങ്ങൾ മാത്രമാണ്. ഒപ്പം എൻ്റെ ഇഷ്ടങ്ങളും. മോളങ്ങോട്ട് നീങ്ങിന്നേ. ദേഹത്ത് മണ്ണ് പറ്റത്തില്ലയോ? കുഴപ്പമില്ല അപ്പാ. ഓ, സുരേട്ടാ, ദേ അശോകം വിളിക്കുന്നത്. ആ അശോക. ആ അതിനെന്താ, ഞാൻ വരാം. ഓക്കേടാ, ഞാൻ എത്താം. സുരേട്ടാ, ഇത് ഇത്തിരി കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നിങ്ങൾ കുടിച്ചു കുടിച്ച് ഇല്ലാണ്ടാവും. ഞാനും മോളും അനാഥരാവോ? എടി ഞാനല്ലേടി അനാഥൻ. എടി നീ മോള് ഉണ്ടായതിന് ശേഷം അല്ലേടി നമുക്കൊരു ലോകം ഉണ്ടായത്. ആ കൊച്ചു ലോകത്ത് നമ്മൾ എന്നും സന്തോഷമായിരിക്കും. ആ, ഉണ്ടായാ മതി. ഓ, ഉണ്ടാവൂടി. മറക്കാൻ ശ്രമിക്കടോ അതൊക്കെ. മറക്കാം. ഈ ഒരു വർഷമായിട്ട് പോലീസിനൊരു തുമ്പ് പോലും കിട്ടിയിട്ടില്ലല്ലോ. അതിനാ നായിന്റെ മോൻ തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല. സാർ, കൃത്യം നടന്നിട്ട് 1 മണിക്കൂറായി. ഇവരുടെ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മൊഴിയെടുക്കണം. സാർ. കൃത്യം നടന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള ആരെങ്കിലും ഈ പരിസരത്ത് വന്നിട്ടുണ്ടോ എന്നറിയാൻ പുറത്തുള്ള CCTV ചെക്ക് ചെയ്യണം. ശരി സാർ. ആ കൊച്ചു കുട്ടിയെ പോലും വെറുതെ വിട്ടില്ലല്ലോ. ഫോറൻസിക് ആ, അവരെത്തിയിട്ടുണ്ട് സാർ. എന്തായി? സാർ, ഒരു പുരുഷന്റെ വിരലടയാളം മാത്രമേ ഇതിൽ കാണുന്നു. ശക്തമായ ബലപ്രയോഗം നടന്നിട്ടുണ്ട്. ഇറ്റ്സ് എ റേപ്പ് സാർ. ഇവരുടെ ഭർത്താവ്? പുള്ളിക്കാരെ ഇതറിഞ്ഞ് ഷോക്കഡായി ഹോസ്പിറ്റലാണ് സാർ. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടത്തിന് വിടാം. ഓക്കെ. തെളിവ് കിട്ടിയിട്ട് എന്ത് കാര്യം? ഇന്നത്തെ നിയമത്തിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനെ എനിക്ക് വേണം. എന്റെ ഈ കാൽച്ചുവട്ടിൽ അവൻ എത്തിയിരിക്കും. നിർത്ത്, നമുക്കൊരു പെഗ്ഗിലങ്ങ് തുടങ്ങാം. ശരിയല്ലയാ, തുടങ്ങുക തന്നെ. ശരി, എന്നാ പിടിച്ചോ. സുരേന്ദ്ര, നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. 5 എണ്ണം മതിയെന്നേ. എന്തിനാ 6 ഒഴിക്കണേ? രാജേഷ് ഇല്ലെങ്കിലും അവന്റെ വീതം നമ്മൾ മാറ്റിവെച്ചല്ലേ പറ്റൂ. ഇനി അവൻ വന്നെങ്കിലോ? എന്നാ ഫുഡും കൂടെ എടുത്തു വെക്ക്. എടുത്തു വെക്കും. നമ്മളെല്ലാവരും നല്ലൊരു അത്താഴം കഴിച്ചേ പിരിയൂ. കൊലമരച്ചോട്ടിൽ നിന്നൊരു കവി വരുന്നു, കാലഘടികാരമലറുന്നു, മുലചുരന്നൊഴുകിയൊരു കടലിരമ്പുന്നു, ഒരു നേർത്ത തേങ്ങലായി അമ്മ നിൽക്കുന്നു. അടുത്ത വർഷം
ഇതേ ദിവസത്തിൽ നമ്മൾ ഈ തീന്മേശ കൂടും. നമ്മുടെ രാജും കൂടെ വേണമായിരുന്നു അളിയെ. അവനൊരു പുത്തമ്പണക്കാരനായില്ലേ, ഇപ്പം നമ്മളെ അവന് വേണ്ട. അതൊക്കെ വിട്. അടുത്ത വർഷം ഇതേ ദിവസം നമ്മൾ ഇവിടെ ശരി അളിയാ. സുരേന്ദ്ര നീ എന്റെ മൂത്ത ആളെയാ, നീ ചങ്കാടാ. ശരി അളിയാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്നെനിക്ക് ഭക്ഷണം എടുത്ത് വെക്കണ്ട കേട്ടോ. ഓ, ഇന്ന് അവിടുത്തെ തീന്മേശേനായിരിക്കും. എടി, രാജേഷ് ഗൾഫിൽ പോകുന്നില്ലേ, അതിന്റെ ഒരു ചെറിയ പാർട്ടി. നേരത്തെ വേണപ്പാ. ആ വരാടി മുത്തേ ഉമ്മ. ആ നീ കഥ അടച്ച് കിടന്നേക്കണേ. ആ, സുരേന്ദ്ര, ഒന്നുകൂടെ ഒഴിക്കടാ. നാളെ ഞാൻ പറക്കുക ഗൾഫിലോട്ട്. എങ്ങോട്ട്? ഗൾഫിലോട്ട്. ഇനി എപ്പോഴാ ഒന്ന് കാണുന്നത് പൊന്നോനെ? നീ എന്താടാ അവിടെ സ്ഥിരതാമസമാക്കാൻ പോവാന്നോടാ? സ്ഥിരതാമസമൊന്നുമില്ല അളിയെ. ഇന്ന് ഞാൻ നേരത്തെ പോവും. നിങ്ങളെ തുടങ്ങിക്കോ. അവന്റെ സ്ഥിരം പരിപാടിയാ. പോട്ടെ. ആ പൊക്കോ. നാളെ നേരത്തെ പോണ്ടതല്ലേ. ഗുഡ് നൈറ്റ്. ഓക്കെ. എടാ വീഴല്ലേടാ മോനെ. ഓ, നിന്റെ വില ഇവിടെ കൊണ്ടുപോകും. മയിര് മറന്ന്. എന്താ രാജേഷ് ഏട്ടാ, ഏട്ടന് ഇവിടില്ലല്ലോ. ഞാൻ നാളെ പോവുക. അവനോട് ഞാൻ യാത്ര പറഞ്ഞു. ഇനി നിന്നോടും കൂടെ യാത്ര പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. എന്നിട്ട് ഏട്ടനെവിടെ? എടാ സുരേന്ദ്ര, നീ ആളാകെ മാറിയല്ലോടാ. അതൊക്കെ പോട്ടെ. ഇതെന്ത് കോലമാടാ? അതൊക്കെ പോട്ടെ, നീ പറയടാ നിന്റെ വിശേഷം. സുഖമാടാ. എടിയേ, നീ അങ്ങ് മാറിപ്പോയല്ലോടി. ഡാ, അവരെപ്പോ വരും? അവരൊക്കെ വരും. നീ വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വാടാ. നീ വാ, ഇരിയടാ. അവര് താമസിക്കോടാ? അവരിപ്പോ വരും. അതിനു മുമ്പ് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? അതാ ഐഡിയ. ശരിയടാ. ആ ശരി അളിയാ, തുടങ്ങങ്ങോട്ട്. ഒന്നും കുറയ്ക്കണ്ട. അപ്പൊ ശരി അളിയാ, തുടങ്ങാം. ഒഴിക്കടാ. ഞാൻ തന്നെ ഒഴിച്ചു തരാം. നിനക്ക് ഞാൻ ഒഴിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ആരാ ഒഴിച്ചു തരാം? എന്തുവരെ അളിയാ, മതിയാകുമ്പോ പറയണേ.
അതിനാ നായിൻ്റെ മോൻ തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ. സുരേന്ദ്ര, അവന്മാര് വന്നോടാ. സുരേന്ദ്ര, അവന്മാരെത്തിയോടാ. അവരിപ്പോ എത്തൂടാ. മോളെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. കൊച്ചിനെ എടുത്തോണ്ട് പൊയ്ക്കോ. വേണ്ട, എനിക്കങ്ങനെ ഒളിച്ചോടണ്ട. പോവില്ല. മോളെ, നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് എന്നാ പറയുന്നത്. നീ കൊച്ചിനെ എടുത്തോണ്ട് പോ. രാജേഷേ, താൻ എങ്ങനെയാണോ ഇത് കണ്ടത്? ഞങ്ങള് അലർച്ച കേട്ട് വന്നു. ഇങ്ങനെ നോക്കിയപ്പം ഇതാ കണ്ടത്. അതാ സാറിനെ വിളിച്ചറിയിപ്പിച്ചത്. സാറേ, ഒരു വർഷമായിട്ട് തെളിയായിരുന്ന കേസാ. അതിനായിരുന്നു തുമ്പുണ്ടായത്.